ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സ്നാക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ പച്ചച്ചക്ക കൊണ്ടുള്ള മിച്ചറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചച്ചക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായി ചകിണിയൊക്കെ കളഞ്ഞ് ഒരു മീഡിയം സൈസിൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് നമുക്കൊന്ന് തിരുമ്മി കൊടുക്കാം. കാരണം ഈ ഉപ്പൊന്ന് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡാകണം. ആ ചക്ക നല്ല ഉപ്പ് പറ്റണം. അപ്പോൾ അതുപോലെ ഒന്ന് തിരുമ്മിയ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുക്കറിനകത്തിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു 3 നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഞാനിവിടെ ചക്ക നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് അരഞ്ഞ് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് നമ്മുടെ കടലപ്പൊടി ഇട്ട് കൊടുക്കുക. കടലമാവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ചക്ക ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഞാൻ അരച്ച് വന്നപ്പോൾ ഇത് 2 സ്പൂൺ ചക്കയേ ഉള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. 1/2 കപ്പ് നമ്മുടെ കടലമാവിലേക്ക് 2 സ്പൂൺ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക, അതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ ഈ മിച്ചറൊക്കെ ആയതുകൊണ്ട് നല്ല എരിവ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇനി ഒരു പിഞ്ച് കായപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി നമ്മൾ ചക്കയിൽ ഇട്ട കൊണ്ട് ഇതിനകത്തേക്ക് കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു റൗണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയ ശേഷം ഇതിനകത്തേക്ക് കുറേശ്ശെ ഒന്ന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് തപ്പടി ലൂസായി പോവും. നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ്, അതാണ് പരുവം. അപ്പോൾ അങ്ങനെ വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇടണം. അരിപ്പൊടി ഇട്ടിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ മാവ് കിട്ടും. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാട്ടോ ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട കറിവേപ്പില, അത് നമുക്ക് ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിവിടെ കോരി വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നിറച്ചിട്ട് കൊടുക്കുക. നിറച്ച ശേഷം നമ്മുടെ എണ്ണയിലേക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കുക. ഇതുപോലെ ഒന്ന് വട്ടം ചുറ്റി കൂട്ടി ഇടരുത്. കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ വേഗത്തില്ല. അപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. കണ്ടോ, ഇതേപോലെ റൗണ്ട് ചുറ്റി ഒന്ന് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മിച്ചർ ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മറിച്ചും തിരിച്ചൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഞാൻ ഇനി ഒന്ന് എടുക്കാൻ പോവാണ്. എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കടലയൊക്കെ ഇട്ട്, കണ്ടോ, ആ കരിയാപ്പിലെല്ലാം ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.